തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ താറാവ് കർഷകന്റെ 300ഓളം താറാവുകൾ ചത്തു. ചെന്നിത്തല തൃപ്പരുന്തറ പടിഞ്ഞാറെ വഴി മൂന്നുതെങ്ങിൽ സോഫിൻ ഫിലിപ്പിന്റെ 8 മാസം പ്രായമായ താറാവുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന 300-ൽ പരം താറാവുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കീറിയത്. ചെന്നിത്തല തൃപ്പരുന്തറ പടിഞ്ഞാറെ വഴി മൂന്നുതെങ്ങിൽ സോഫിൻ ഫിലിപ്പിന്റെ 8 മാസം പ്രായമുള്ളതും മുട്ടയിട്ട് തുടങ്ങിയതുമായ താറാവുകളാണ് നഷ്ടപ്പെട്ടത്. പ്ലാസ്റ്റിക് വലകളാൽ ബന്ദവസാക്കിയ കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന 600ഓളം താറാവുകളിൽ അവശേഷിക്കുന്നത് അർദ്ധപ്രാണരായ ഏതാനും താറാവുകൾ മാത്രം. ജൂൺ മാസത്തിൽ താറാവ് രോഗത്താൽ 8000 താറാവാണ് ഈ കർഷകന് നഷ്ടമായിരുന്നത്. പ്ലേഗ്, അറ്റാക്ക് എന്നിവയിലാണ് അന്ന് താറാവുകൾ ചത്തതെന്ന് താറാവുകളെ പരിശോധിച്ച ഭക്ഷ്യ വിദഗ്ധർ വിധിയെഴുതിയതല്ലാതെ ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് വലിയ കുഴിയെടുത്താണ് അന്ന് അവയെ മറവ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബറിൽ തന്റെ മുട്ട വിരിക്കുന്ന യന്ത്രത്തിൽ വിരിയിച്ച താറാവുകളാണ് കഴിഞ്ഞ രാത്രിയിൽ നായ്ക്കൾ കടിച്ചു കൊന്നതെന്ന് അദ്ദേഹം പറയുന്നു. ആവശ്യമായ പ്രതിരോധ മരുന്നുകളും തീറ്റയും നൽകി മുട്ടത്താറാവുകളായി കഴിഞ്ഞപ്പോഴാണ് നായ്ക്കൾ ഇവയെ കൊന്നത്. വളരെ ഏറെ താറാവ് കർഷകർ ഉണ്ടായിരുന്ന ചെന്നിത്തലയിൽ അവശേഷിച്ച ഒരു കർഷകനാണ് സോഫി. ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കാത്ത കൃഷിയാണ് താറാവ് കൃഷി. രോഗത്താലോ ഇത്തരം അക്രമത്താലോ താറാവുകൾ നഷ്ടപ്പെട്ടാൽ ഒരു സഹായം കിട്ടാറില്ല എന്നും കർഷകൻ പറയുന്നു. 1.5 മാസം കൊണ്ടുള്ള രോഗം ഇതൊക്കെ. 1.5 മാസം മുമ്പേ അറ്റാക്ക്, പ്ലേഗിൻ്റെ, പമ്മര, ഇതെല്ലാം രോഗങ്ങൾ 8000 പരം താറാവ് ചാവുകയും അത് കഴിഞ്ഞ് തെരുവ് ആക്രമണത്തിൽ 500 ചില്ലാൻ താറാവ് ചാവുകയും ചെയ്തു. ഇതിൻ്റെ എനിക്ക് ഭീമമായിട്ട് ഒരു 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. എൻ്റെ ഉപജീവന മാർഗമായിരുന്നത്. ഇതുകൊണ്ട് ഞാൻ ആത്മഹത്യയുടെ ഭാഗത്ത് വന്നിരിക്കുക. എനിക്ക് ലോണുകളുണ്ട്, പണയം വെച്ചിട്ടുണ്ട്, ഒരു പടി പണയം വെച്ചിട്ടുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചൊക്കെ ചെയ്തു. ഇതിൽ നിന്നൊക്കെ ഭീമമായ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചത്. ഇന്നലെ രാത്രി തെരുവുനായുടെ ആക്രമണം രാത്രി 2 മണി കഴിഞ്ഞ സംഭവം ഉണ്ടായത്. ഞാൻ രാവിലെ മുട്ട എടുക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത്. രാവിലെ 5:15 മുട്ട എടുക്കാൻ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഇതിനകത്തോട്ട് തെരുവുനായ്ക്കൾ ശല്യം ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴായി മല കീറിയച്ച് ഇതൊക്കെ അകത്ത് കയറിയത്. കൃഷിഭവൻ നിന്നാലും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ളതാണ്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം അവിടെ നിന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഡോക്ടർ വന്നെല്ലാം റിപ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇനി ജില്ലാ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ പറയാം കിട്ടുമെന്നുള്ളത്. അല്ലാതെ വേറെ ഒരു ഇതില്ല. ഒത്തിരി കർഷകരുണ്ട്. ഞങ്ങൾ ഒത്തിരി കർഷകരുണ്ട്. ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. താറാവ് കൃഷി പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത്. സി ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.